യാത്ര അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. വ്യത്യസ്തമായ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിൻ്റെ നിയമ തടസ്സങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളുടെ ഫോളോവേഴ്സായിട്ടുള്ളത്. ഇനി മുതൽ ഓരോ മാസങ്ങളിലും കാലാവസ്ഥകളിലും നമ്മൾക്ക് പോകാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ പോകാൻ കഴിയുന്നതും പോകാൻ പാടില്ലാത്തതുമായ സ്ഥലങ്ങളെ നമ്മൾ ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നതാണ്. ജൂലൈ മാസത്തിൽ ലോക ടൂറിസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ജപ്പാനിൽ റിയോ തൽസുഗി എന്ന് പറയുന്ന ഒരു പ്രവചനകാരി ജപ്പാനിൽ ഭൂകമ്പം നടക്കാൻ സാധ്യതയുണ്ടെന്ന്, ജൂലൈ 3-4 തീയതികളിൽ ഭൂകമ്പം നടക്കാൻ സാധ്യതയുണ്ടെന്ന് ഒരു വലിയ പ്രവചനം നടത്തുകയും അതിൻ്റെ ഭാഗമായി ജപ്പാനിലേക്കുള്ള ടൂറിസം തകർന്നു തരിപ്പണമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. ഏകദേശം $3.9 ബില്യൺ ജപ്പാൻ ഭരണകൂടത്തിന് ജപ്പാന് അതിലൂടെ നഷ്ടമായിട്ടുള്ളത്. അങ്ങനെ ടൂറിസത്തിൻ്റെ പേരിൽ വലിയ ആരോപണങ്ങളും പ്രശ്നങ്ങളും ഭീതിയും ഒക്കെ ഉണ്ടാകുന്ന സ്ഥലത്തേക്ക് ആരും പോകാൻ ആഗ്രഹിക്കില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ മാസം ജൂലൈ മാസത്തിൽ പോകാൻ പറ്റാത്ത പ്രത്യേകമായ സ്ഥലങ്ങളെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയുമായി വന്നിട്ടുള്ളത്. പോകാൻ പറ്റാത്തതും പോകുക അപകടവുമായ സാഹചര്യങ്ങളാണ്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മലയോര മേഖലകളിലേക്കുള്ള ടൂറിസം വളരെ അഡ്വഞ്ചർ ടൂറിസമാണ്. വയനാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും അവിടേക്കൊക്കെ ഒരുപാട് ആളുകളാണ് എത്തുന്നത്. അതിശക്തമായ മഴയും ഭൂസ്ഥാന ചലന കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള മലയോര മേഖലകൾ ഈ സമയങ്ങളിൽ യാത്രയ്ക്ക് ഉപയോഗിക്കാതിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതേപോലെ തന്നെ മറ്റൊരു സ്ഥലമാണ് ഇന്ത്യയിലെ രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശങ്ങളിൽ 40 മുതൽ 45% ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാണ് ജൂലൈ മാസത്തിൽ അനുഭവപ്പെടുന്നത്. ഇത് വലിയ തരത്തിലുള്ള ദേഹാസ്വസ്ഥങ്ങൾക്കും ഊർജ്ജക്ഷയത്തും ഒക്കെ ഉണ്ടാക്കുന്ന കാരണങ്ങളുള്ള ജൽസൽമീർ അടക്കമുള്ള ബാർമൽ അടക്കമുള്ള മരുഭൂമി പ്രദേശങ്ങളിലേക്കുള്ള യാത്ര ഈ ജൂലൈ മാസത്തിൽ ചെയ്യാതിരിക്കുകയായിരിക്കും ഏറ്റവും നല്ലത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ തന്നെ ഇന്ത്യയുടെ മറ്റൊരു മേഖലയായ ആസാമും മേഘാലയയും ഒക്കെയുള്ള യാത്രകൾ ഈ സമയങ്ങളിൽ ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട. അതിന് കാരണം രാജസ്ഥാനിൽ കടുത്ത ചൂടാണെങ്കിൽ ആസാമിലും മേഘാലയയും അടക്കമുള്ള പ്രദേശങ്ങളിൽ കനത്ത മഴയും മണ്ണിടിച്ചിലും അങ്ങനെയുള്ള റെയിൽ യാത്രകളൊക്കെ വൈകലുകളും ട്രക്കിങ്ങുകളുടെ പരിമിതിയും എല്ലാം അതിശക്തമായുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ മാറ്റി ഈ ജൂലൈ മാസത്തിൽ ഹിമാചൽ പ്രദേശ്, ലഡാക്ക് പോലെയുള്ള സ്ഥലങ്ങളിൽ സ്പിതി വാലി അടക്കമുള്ള നക്ഷത്രങ്ങളെ കാണുന്ന സ്പിതി വാലി അടക്കമുള്ള സ്ഥലങ്ങൾ തുറന്നിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ള മേഖലകൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ജൂലൈയിൽ തീവ്രമായ മൺസൂൺ കാലം അനുഭവപ്പെടുന്ന കിഴക്കൻ തീരപ്രദേശമായ ഒഡീഷ, ആന്ധ്ര അടക്കമുള്ള ഭാഗങ്ങളിലേക്ക് ജൂലൈ മാസത്തിലുള്ള യാത്ര അല്പം അപകടമുള്ളതും അതിശക്തമായ കാറ്റും കടൽ തിരകൾ ഉയരുന്നതും അങ്ങനെയുള്ള കടൽ യാത്രകളൊക്കെ ഒഴിവാക്കേണ്ട സ്ഥലങ്ങളാണ്. അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ യാത്രകളെ പരിഗണിക്കുകയാണെങ്കിൽ ബാലി, ഫിലിപ്പൈൻസ്, തായ്ലൻഡിലെ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. അതിനേറ്റവും പ്രധാനപ്പെട്ട കാര്യം ജലവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ ഏറ്റവും അധികം ഡേഞ്ചറസ് ആയിരുന്ന സാഹചര്യമാണ് എന്നുള്ളതാണ്. ജൂലൈ മാസത്തിൽ പെട്ടെന്ന് മഴയും മുങ്ങലുമൊക്കെ വരാൻ ഈ രാജ്യങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതിന് പകരം നമ്മൾക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും മികച്ച കാലാവസ്ഥയും ആഘോഷങ്ങളുമുള്ളൊരു സമയമാണ് ജൂലൈ എന്ന് പറയുന്നത്. സ്വിറ്റ്സർലാൻഡ്, പാരീസ്, ജർമ്മനി പോലെയുള്ള സ്ഥലങ്ങൾ യാത്രയ്ക്കായി ഏറ്റവും മനോഹരമായി തിരഞ്ഞെടുക്കാൻ പറ്റുന്ന സ്ഥലവും സമയവുമാണ് ജൂലൈ എന്ന് പറയുന്നത്.